ഇന്ന് നമ്മൾ ഒരു കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പാലും മുട്ടയൊക്കെ ചേർത്തിട്ടല്ലേ സാധാരണ കേക്ക് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പാൽപ്പൊടി വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും പാൽപ്പൊടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പൊ ആ പാൽപ്പൊടി വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും നമ്മൾ കഴിക്കുന്ന ആ കേക്കിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ മിക്സിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ആ മിക്സിംഗ് ഒക്കെ റെഡി ആക്കിയിട്ട് എടുക്കാനും പറ്റും. കഴിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ മിയ കിച്ചണിലെ ലാസ്റ്റ് 3 റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് സിമ്പിളായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കണം, ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ക്രീമൊന്നും ഇല്ലാണ്ട് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം. പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ലഡുവിന്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ലഡുക്കി കടലപ്പൊടി വെച്ചിട്ടല്ലേ ലഡു റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. ബൂന്തിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. ആ ലഡു നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പോഞ്ച് ദോശയുടെ റെസിപ്പി ആയിരുന്നു. അതിൻ്റെ ചട്നി കൂടിയിട്ട് ഉണ്ടാക്കണ്ടേ. അതായിരുന്നാലും നിങ്ങൾ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പികളൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ പാൽ കേക്ക് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമുക്ക് കേക്കിൻ്റെ മിക്സിങ് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വെള്ളമാണ് ചേർക്കുന്നത്, സാധാരണ വെള്ളം കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കുന്നത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 ml വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എടുക്കുക. ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീസ്പൂണിലല്ല ടേബിൾ സ്പൂണിൽ 13 ടേബിൾ സ്പൂൺ വെള്ളം, സാധാരണ വെള്ളം. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർക്കുന്നത് 1/3 കപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടേബിൾ സ്പൂണിൽ കാണിച്ചു തരാം കേട്ടോ, എത്ര ടേബിൾ സ്പൂണാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ 1/3 മെഷറിംഗ് കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇടുക. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ടേബിൾ സ്പൂണിൽ നോക്കാം. 1 ടേബിൾ സ്പൂൺ, 5. അപ്പോൾ ടേബിൾ സ്പൂണിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് മധുരമുള്ള പാൽപ്പൊടിയാണ്. കാരണം ഇതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മധുരമുള്ള പാൽപ്പൊടിയാണെന്ന്. എപ്പോഴും മധുരമുള്ള പാൽപ്പൊടിയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങുന്ന പാൽപ്പൊടിക്ക് മധുരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മധുരമുള്ള പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തേക്കണ പഞ്ചസാരയാണ്. ഇത് 3ഉം കൂടിയിട്ട് ഫസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ വിസ്ക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് 3ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ പാൽപ്പൊടിയും വെള്ളവും പഞ്ചസാരയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇപ്പോൾ പാൽപ്പൊടിയും വെള്ളവും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് നെയ്യും ചേർക്കുന്നുണ്ട്, ഓയിലും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്തിട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്തിട്ട് മാത്രം ഉണ്ടാക്കുക. ഓയിൽ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഓയിൽ ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നെയ്യ് കൂടി ചേർക്കുമ്പോൾ ആ നെയ്യുടെ ഒരു ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ആ നെയ്യുടെ ഒക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് നെയ്യാണ് ചേർക്കുന്നത്. ഇപ്പോൾ നെയ്യിൽ തന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യ് ചേർക്കുക. ഓയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് ഓയിൽ ചേർക്കുക. അല്ലെങ്കിൽ ഇതേപോലെ രണ്ടും മിക്സ് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ചേർക്കണ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഒരു ഇത് വരുമല്ലോ, ഒരു സ്മെല്ലൊക്കെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ സ്മെല്ല് കുഴപ്പമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കുക. ഇനി 1/2 കപ്പ് നെയ്യ് ചേർക്കുക. ഇനി നെയ്യ്ക്ക് പകരം ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചേർക്കുക. 1/4 കപ്പ് നെയ്യ്. എല്ലാവരും കറക്റ്റ് അളവിൽ ചേർക്കണം കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാവരും കറക്റ്റ് അളവായാൽ മാത്രമേ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരുള്ളൂ. ഫുള്ളായിട്ട് വടിച്ചെടുത്തോ. അപ്പം ഇതിലേക്ക് നമ്മൾ മുട്ടയൊന്നും ചേർക്കണില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മൈദപ്പൊടി ചേർക്കണം. അത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ടേബിൾ സ്പൂണിലല്ല 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കരുത്, ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കണം. അപ്പോൾ ഈ നെയ്യും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മിക്സിങ് ആയിരുന്നാലും നല്ല എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് കുറേ നേരം ഇട്ടിട്ടോ നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഈ പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ കേക്കിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ട് ഒന്ന് അരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ചിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുത്തിട്ട് വടിച്ചിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ്, 1 നുള്ളു കൂടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മുടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തോട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കണ സമയത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ തെറിച്ച് അല്ലെങ്കിൽ പറന്നൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഒന്നും ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കിട്ടില്ല. ഇനി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കട്ട പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്ന് നന്നായിട്ട് മിക്സായി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ആയിക്കോളും. എല്ലാവരും കൂടിയിട്ട് ആ കട്ടയ്ക്ക് കൊണ്ട് ഉടഞ്ഞോളും. എല്ലാവരും നിങ്ങൾ കറക്റ്റ് അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ നമ്മുടെ മിക്സിങ് ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേക്ക് ടിൻ എടുക്കുക. ബേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല. സാധാരണ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം സ്റ്റീലിൻ്റെ പാത്രം എന്തായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ നോക്കിക്കേ ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക. നെയ്യ് ഈ സൈഡിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറോ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതേപോലെ നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് കൊടുക്കുക. പക്ഷേ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കേക്ക് കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഞാനിതിലേക്ക് മറ്റേ ബട്ടർ പേപ്പറൊന്നും വെക്കണില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നെയ്യ് തൂത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. ഈ മൈദപ്പൊടി എല്ലായിടത്തും ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് ആയിക്കോട്ടെ. കൂടുതൽ വന്നത് തട്ടിക്കളയണം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. എൻ്റെ സൈഡിലൊന്നും അത്രയ്ക്ക് ഉണ്ട് മൈദപ്പൊടി പിടിച്ചിട്ടില്ല, പക്ഷേ അത് കുഴപ്പമില്ല, അടിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഭയങ്കര കനത്തിലൊന്നുമല്ല, ജസ്റ്റ് ഇട്ട് വഴിക്കൊന്ന് ചിറ്റിച്ചിട്ടൊന്ന് കൊട്ടിക്കളയാം. അപ്പോൾ ഈ നമ്മുടെ മിക്സിങ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് മുട്ട ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കേക്ക് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഓവനിൽ വയ്ക്കാം. സാധാരണ നമ്മൾ നോർമൽ കേക്കൊക്കെ ബേക്ക് ചെയ്യേണ്ട പോലെ 350 ഫാരനൈറ്റിൽ സെൻറ്റിഗ്രേഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 170 സെൻറ്റിഗ്രേഡിൽ വയ്ക്കുക. ഒരു കറക്റ്റ് ടൈം അങ്ങനെ എനിക്കറിയില്ല കേട്ടോ, കാരണം ഇടയ്ക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏകദേശം ഒരു 40-45 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും ഓവനിൽ വെക്കുമ്പോൾ. ഇത് ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഒരു കേക്ക് ഞാൻ ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുക്കറിലേക്ക് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യില്ല, അതേപോലെ കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഈ കേക്ക് ഒഴിച്ച് വയ്ക്കുന്ന നമ്മുടെ ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രത്തിൽ നോക്കിയത് കേക്കിൻ്റെ മിക്സിങ് ഇത്രയ്ക്ക് വേണം. ഒരുപാട് താണി ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഒരുപാട് പാത്രത്തിൽ കൂടി ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒന്ന് പൊന്തി വരുമ്പോൾ പുറത്തേക്ക് പോകും. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചൂട് നിൽക്കും. ഇപ്പോൾ ചീനിച്ചട്ടിയിലല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യില്ല, അതേപോലെ കേക്ക് ബേക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇടുന്നില്ല കേട്ടോ, ഉപ്പില്ലാണ്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് നമുക്കൊരു തട്ടും വയ്ക്കണം. തട്ട് എപ്പോൾ വയ്ക്കുമ്പോഴും ഇതേപോലെ കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് വയ്ക്കുക. ഇനി നമ്മുടെ ചീനിച്ചട്ടി കറക്റ്റ് ലെവലിൽ വയ്ക്കുക. നമ്മുടെ ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ.
പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ചീൻചട്ടിയിൽ വെച്ചിട്ട് ലാസ്റ്റ് വീക്ക് ഒരു കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിനകത്ത് ഒരാൾ ഈ അടുത്ത ദിവസം ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു, ചീൻചട്ടിയിൽ വെച്ചിട്ട് ചീൻചട്ടിയിൽ നിന്ന് പുക വരണമെന്ന്. അത് അത്രയ്ക്കധികം തീ കൂട്ടി വെച്ചിട്ടായിരിക്കും അങ്ങനെ പുക വരുന്നത്. ഒരുപാട് തീ അങ്ങനെ കൂട്ടി വയ്ക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചീൻചട്ടി ശരിക്കും കഴുകാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. അതിനകത്ത് സൈഡിൽ നമ്മൾ കറിയൊക്കെ ഒലത്തി അതിൻ്റെ ഓയിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീൻചട്ടി ചൂടാകുമ്പോൾ അങ്ങനെ പുക വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചീൻചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണം. നമ്മൾ ഓവനിലേക്ക് വയ്ക്കുമ്പോൾ ഫസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യില്ല, അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യണത്. നമ്മുടെ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെ കൈ വയ്ക്കുമ്പോൾ നന്നായിട്ട് ചൂട് വരുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഭയങ്കരമായിട്ട് തീ കൂട്ടി വയ്ക്കരുത്, ഭയങ്കരമായിട്ട് തീ കുറച്ച് വയ്ക്കുകയും ചെയ്യരുത്. ഇനി നമുക്ക് കേക്ക് മൂടി വയ്ക്കുക. ഞാൻ അതേപോലെ കുറച്ച് പൊക്കമുള്ളൊരു മൂടി വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇത് ഇത്രയ്ക്ക് ഉണ്ടല്ലോ, അത് പൊന്തി വന്നു കഴിയുമ്പോൾ ഫ്ലാറ്റായിട്ടുള്ള മൂടി വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പൊന്തി വരുമ്പോൾ അടിഭാഗം അതിൻ്റെ മോൾ ഭാഗം മൂടിയുമ്പോൾ തട്ടുവിടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് നിങ്ങളൊരു 40 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്ക് ഒന്ന് തുറന്ന് നോക്കിക്കോട്ടോ റെഡി ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് നോക്കി ഈ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വെന്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഈർക്കിളി അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കണ്ടേ. അതൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ കേക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ആ നെയ്യുടെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഒരുപാടൊന്നുമല്ല, ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കില്ല, അതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചീൻചട്ടിയിൽ വെക്കരുത് കേട്ടോ, കാരണം ഇതിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കേക്ക് നോക്കിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കേക്കാട്ടോ. ഇതാ നോക്കിക്കേ, നമ്മുടെ കേക്ക് നോക്കിക്കേ. കേക്കിൻ്റെ ഉള്ളിലായിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുകളിലും ഇവിടേക്ക് മുരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ സാധാരണ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല.